സുഹൃത്തുക്കളെ, നമ്മൾ GPS സിസ്റ്റത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ GPS സിസ്റ്റം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമസ്കാരം, എൻ്റെ പേര് സന്ദീപ്. സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്തുക്കളെ, GPS എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. സോ ആക്ച്വലി ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏകദേശം 1930-40 കാലഘട്ടത്തിലാണ്. വേൾഡ് വാർ 2 കാലഘട്ടത്തിൽ US എയർഫോഴ്സ് ആണ് ആക്ച്വലി ഈ സിസ്റ്റം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അവർ ഈ വാർഫെയറിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതേമാതിരി ഏകദേശം 1973 ആവുമ്പോൾ ആക്ച്വലി അവർ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ആർമി പർപ്പസ് അല്ലാണ്ട് ഇത് വന്നിട്ട് നമ്മുടെ സിവിലിയൻസ് മീൻസ് സാധാരണ ആൾക്കാർക്കും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റണം. മീൻസ് ഈ സിസ്റ്റം നമുക്ക് നന്നായിട്ട് അറിയാം. ഈ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷൻ, ലോകത്തിലെ ഏതൊരു സ്ഥലത്താണെങ്കിലും നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ മൊബൈലിലോ നമ്മുടെ ടാബ്ലറ്റിലോ നമ്മുടെ കമ്പ്യൂട്ടറിലോ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ GPS സിസ്റ്റം. അപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ ഇത് ഫുള്ളി ഫങ്ഷണലായിട്ട് ശരിക്കും ഏകദേശം നിറയെ റിസർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് 1995 ഏകദേശം 25ഓളം സാറ്റലൈറ്റ് റിലീസ് ചെയ്തിട്ട് ഇത് വന്നിട്ട് ഫുള്ളി ഓപ്പറേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്നാലും ആ സമയത്തും ഇത് പബ്ലിക്കിന് എത്താൻ അത്രയ്ക്കും സാധിച്ചില്ല. പക്ഷെ 2000 ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ഏകദേശം എല്ലാ മൊബൈൽസിലും അല്ലെങ്കിൽ സിസ്റ്റത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് കാണാം 2005 മുതൽ 2015 വരെ ഇതിന് നിറയെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിറയെ ഡെവലപ്മെന്റ്സ് വന്നു. ഏകദേശം 50ന്റെ മേലെ സാറ്റലൈറ്റ്സ് ഈ ഒരു GPS സിസ്റ്റത്തിന് വേണ്ടിയിട്ട് മാത്രം തന്നെ US സെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ നമുക്ക് കാണുകയാണെങ്കിൽ ഇപ്പോൾ കറന്റ്ലി ഏകദേശം 33 സാറ്റലൈറ്റ് ആണ് ഇപ്പോൾ 100% ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റിൽ ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GPS സിസ്റ്റം ശരിക്കും ടൈം പ്രോസസ്സ് വെച്ചിട്ടാണ്, മീൻസ് സമയം കൊണ്ടാണ് ആക്ച്വലി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഓരോ സാറ്റലൈറ്റിലും ഓരോ അറ്റോമിക് ക്ലോക്ക് ഉണ്ട്. അറ്റോമിക് ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലോക്കാണ്, എത്ര കോടി വർഷം കഴിഞ്ഞാലും അത് നിൽക്കത്തില്ല. അതാണ് ഈ അറ്റോമിക് ക്ലോക്കിന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പൊ അറ്റോമിക് ക്ലോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ അക്യുറേറ്റ് ആണ്. മീൻസ് മില്ലി സെക്കൻഡ് വരയ്ക്കും അത് അത്ര അക്യുറേറ്റ് ആയിട്ടാണ് ആ ടൈം അതിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അറ്റോമിക് ക്ലോക്ക് വന്നിട്ട് നമ്മുടെ ഭൂമിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ സിഗ്നൽസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ നമ്മൾ GPS ഓൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ GPS റിസീവർ ഉള്ള മൊബൈലാണ്, മീൻസ് GPS എനേബിൾഡ് മൊബൈൽ ആണെങ്കിൽ ഈ GPS റിസീവർ ഓൺ ചെയ്യുമ്പോൾ ഈ സിഗ്നൽസ് വന്നിട്ട് ഇത് റിസീവ് ചെയ്യും. അപ്പോൾ ഏകദേശം നമുക്ക് കാണുകയാണെങ്കിൽ 3 ഇപ്പോൾ ഈ റിസീവ് ചെയ്യുന്നത്, അപ്പോൾ അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റിസീവ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ GPS സിസ്റ്റത്തിനും ആ സാറ്റലൈറ്റിനുള്ള ഡിസ്റ്റൻസ് അതിനെ അളക്കാൻ പറ്റും. മീൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ട്രാക്ക് ചെയ്തുകൊണ്ട് അപ്പൊ ഏകദേശം ഒരു 3 സാറ്റലൈറ്റ് ഒന്നിച്ച് കാൽക്കുലേറ്റ് മീൻസ് ഒന്നിച്ച് ആ ഒരു ഡിവൈസിന് ട്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ അതിന് വന്നിട്ട് കറക്റ്റ് ആയിട്ട് അതിന് പറഞ്ഞുതരാൻ പറ്റും. അതേമാതിരി ഒരു 4ാമത്തെ സാറ്റലൈറ്റ് കൂടി അതിന് വന്നിട്ട് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം ജലനിരപ്പിന്ന് എത്ര മേലെയാണെന്ന് കൂടി അതിന് കാൽക്കുലേറ്റ് ചെയ്ത് തരാനുള്ള കഴിവ് ഈ GPS സിസ്റ്റത്തിനുണ്ട്. ഇപ്പൊ നമുക്ക് കാണുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഇപ്പൊ GPS നമുക്ക് സിസ്റ്റം കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാവിഗേഷൻ, നമുക്കറിയാം നാവിഗേഷൻ ആപ്പ് നമ്മുടെ മൊബൈലിലുണ്ട്. സോ ഈ മൊബൈലിലെ നാവിഗേഷൻ ആപ്പിൽ നമുക്ക് എന്താ പ്രത്യേകത കാണാറ്, നമ്മളിപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ആ നാവിഗേഷനിലെ ആരോ മീൻസ് ഒരു ബ്ലൂ കളർ ആരോ ഉണ്ടാവും, അതും അതിന്റെ കൂടെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾറെഡി നമ്മുടെ GPS ട്രാക്കർ അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മൊബൈലിനെ റിഫ്രഷ് ചെയ്യും. മീൻസ് നമ്മുടെ ഡിവൈസിനെ റിഫ്രഷ് ചെയ്ത് പുതിയ സിഗ്നൽസ് വന്നിട്ട് വളരെ പെട്ടെന്ന് റിസീവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കോൺസെപ്റ്റ് എങ്ങനെ വെച്ചാൽ എത്ര കൂടുതൽ സ്പീഡിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് അത്രയും കൂടുതൽ പ്രാവശ്യം അതിന് നമ്മുടെ മൊബൈലിനെ വന്നിട്ട് റിഫ്രഷ് ചെയ്യണം. അത് മാത്രമല്ല അതേമാതിരി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ബാറ്ററിയും കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അപ്പൊ ഈ കോൺസെപ്റ്റിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് അടുത്ത ലെവലിൽ വന്ന് മൊബൈലിൽ യൂസ് ചെയ്യുന്നതാണ് GPS മീൻസ് അസിസ്റ്റന്റ് GPS. അപ്പൊ ഈ GPS സിസ്റ്റത്തിൽ ഒരു അസിസ്റ്റന്റ് കൂടി കൊണ്ടുവരികയാണ്. അസിസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓൾറെഡി അതൊരു ടവറിനായിട്ടും സാറ്റലൈറ്റായിട്ടും കണക്റ്റഡ് ആണ് നമ്മുടെ നെറ്റ്വർക്ക്.
അത് ഡാറ്റ അപ്പോൾ അത് എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് നമ്മുടെ ഡാറ്റ കൂടി യൂസ് ചെയ്തിട്ട് അത് എക്സാക്ട് ലൊക്കേഷൻ വളരെ നിമിഷം സെക്കൻഡ്സ് കൊണ്ട് അതിനെ കണ്ടുപിടിക്കാൻ അതിന് കഴിയും. സോ അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് എന്താ വെച്ചാൽ വളരെ ഫാസ്റ്റായി ആ പ്രോസസ്, അത് മാത്രമല്ല നമുക്ക് ബാറ്ററിയും കുറച്ചുകൂടി സേവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിക്ക് ഇത് ഉയർന്നു വന്നു. ഇപ്പൊ നമുക്ക് കാണണമെങ്കിൽ GPS മാത്രമല്ല ഈ ഗ്ലോബൽ പൊസിഷനിങ് ചെയ്യുന്നത്. സോ ഇതേമാതിരി ഗ്ലോണാസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കൂടി ആക്ച്വലി റഷ്യയാണ് വികസിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത് അത്രയും നമുക്ക് കാണാൻ ഇത്ര മൊബൈൽസൊന്നും അത് അവൈലബിൾ അല്ല. സാധാരണ ഇന്റർനാഷണൽ എല്ലാ കമ്പനീസും യൂസ് ചെയ്യുന്ന GPS സിസ്റ്റമാണ്. സോ ഇപ്പൊ ഗ്ലോണാസ് ഉള്ള മൊബൈൽസ് ഉണ്ട്, പക്ഷെ അത് കൂടുതൽ അവൈലബിൾ അല്ല നമുക്ക്. ഐ തിങ്ക് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് GPS സിസ്റ്റം എന്താണെന്ന് കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. അതേമാതിരി എന്റെ ടെക് മലയാളം ഈ പേജിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതേമാതിരി വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനലും വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇതേ പ്ലേലിസ്റ്റിൽ എന്റെ റാൻഡം തോട്ട്സിൽ ഇതിന്റെ മുമ്പത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മേലെയുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.